പ്രത്യേക മതത്തിന്റെ ആചാരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമാണ്, അനുവദനീയമല്ലാത്തതാണ്. മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളി, ചെയ്യണ്ട. വിശ്വാസം അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കാകാം എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല. വേണ്ട, ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ മുൻ മന്ത്രി ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. അദ്ദേഹം പൊട്ടുതൊട്ടു. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി സമീപനം സ്വീകരിച്ചല്ലോ. വളരെ ഗൗരവത്തോടു സമീപനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം തെറ്റുതിരുത്തി. അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിനെതിരായി സ്വീകരിച്ച സമീപനത്തിൽ പിൻവാങ്ങിയത് പരസ്യമായി പ്രഖ്യാപിച്ചു. എന്തേ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് വിവരല്ലേ? ചെറുക്കളം അബ്ദുള്ള സാഹിബ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കുമാറാകട്ടെ, ഞാൻ വിശ്വാസമില്ലാതെ ആ സ്വാമിയെ സന്ദർശിച്ച സമയത്ത് അവിടെ തൊട്ടുപോയതാണ്, എനിക്കതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അംഗീകരിച്ചില്ലോ ഉമർ അലി ശിഹാബ് തങ്ങൾ. എന്താ ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് വിവരല്ലേ? ലോകത്ത് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച സകലമാന പണ്ഡിതന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ഇതുവരെ സമീപനം സ്വീകരിച്ച ഇവരൊക്കെ വിവരമില്ലാത്ത ആളുകളാണോ? അവരൊക്കെ ഐക്യകണ്ഠേന ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ചും ദീനിന് പരിക്കേൽക്കാൻ പാടില്ല. അമുസ്ലിങ്ങളുമായി എല്ലാവിധ സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും ഒക്കെ ആകണം. പക്ഷേ മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല. വിശ്വാസമുണ്ടെങ്കിൽ ഇസ്ലാമിന് പുറത്തോട്ട് പോയി ആള് കാഫറായി, പിന്നെ പള്ളിക്ക് അടക്കാൻ പറ്റൂല. വിശ്വാസമില്ലാതെ ചെയ്യാൻ പറ്റൂല എന്നായി പറഞ്ഞത്. അത്രയും കണിശമായ നിലപാട് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ പൂർവികർ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കും പോലെ അതൊക്കെ വിശ്വാസമല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ, ഏതായാലും മുറിക്കണ്ടേ? കേക്ക് മുറിക്കലൊന്നും അല്ല പ്രശ്നം. മറ്റ് മതസ്ഥരുടെ ആചാരം, കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ, നമ്മൾ കഴിക്കുന്നില്ലേ? മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം. സഹോദരങ്ങളെ, മതസൗഹാർദ്ദം എന്ന് പറയുന്നത് പൂത്തുലയണമെങ്കിൽ മതങ്ങൾ തമ്മിൽ ലയിക്കണം എന്നൊരു കണക്കുകൂട്ടൽ ആരൊക്കെയോ പറയുന്നുണ്ട്. മതങ്ങൾ തമ്മിൽ ലയിക്കലല്ല സൗഹാർദ്ദം എന്ന് പറയുന്നത്. ഓരോ മതങ്ങളും എന്താണ് സമൂഹത്തോട് പറയുന്നതെങ്കിൽ അത് അതിൻ്റെ അധ്യക്ഷന്മാർ കൃത്യമായി തന്നെ സമൂഹത്തോട് പറയണം. ഹൈന്ദവ സ്വാമിമാർ നിർഭയം അവരുടെ ആദർശം ലോകത്ത് പറയണം. ക്രൈസ്തവ അച്ഛന്മാർ, പാതിരിമാർ അവരുടേതായ ആദർശം ലോകത്ത് ഉച്ചൈസ്തരം അവർ പ്രഖ്യാപിക്കണം. ഇസ്ലാമിക പണ്ഡിതന്മാർ വളരെ ആർജവത്തോടെ എന്താണ് ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സന്ദേശമെന്ന് ആർജവത്തോടുകൂടെ സമൂഹത്തോട് പറയണം. ആ വിധത്തിലൊരു ലയനം എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ മതങ്ങൾ പിന്നെ ഉണ്ടാവുകയില്ല. ഇവിടെയെല്ലാം മതങ്ങൾ തന്നെ ഉണ്ടാകുമ്പോഴേ സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ഒന്നിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുമായിട്ടാണ് സൗഹാർദ്ദം? അതുകൊണ്ട് എല്ലാവരും അവരുടേതായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം.